നല്ല പഴുത്ത് തുടുത്ത ഒരു പപ്പായ ഞങ്ങളുടെ പപ്പായ മരത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ടുണ്ട്. കിളിയും വവ്വാലും ഒക്കെ കൊണ്ടുവന്നതിന് മുൻപേ അതിനെയും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാവേ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പപ്പായയുടെ തൊലിയെല്ലാം നല്ല വൃത്തിക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇടത് കൈ കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എനിക്ക് ഇടത് കൈ വശമുള്ളത് കൊണ്ടാണ് ഇടത് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ നമ്മുടെ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഹാഫ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കാവേ. ഇതിന് ഉള്ളിലുള്ള അരിയെല്ലാം നമുക്കൊന്ന് എടുത്ത് കളയാം. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാനൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. എത്രത്തോളം മധുരം വെച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. നല്ല മധുരം വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിന്ന് പഴുത്ത പപ്പായുണ്ട്, നല്ല മധുരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹാഫ് പോർഷൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ. കൂടെ തന്നെ 15 ഗ്രാം ജലാറ്റിൻ പൗഡർ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു കൊഴുത്ത ടെക്സ്ചറിൽ നമ്മുടെ ജലാറ്റിൻ പൗഡർ ആയി കിട്ടുവേ. ജലാറ്റിൻ ഇതിൽ ചേർക്കണമെന്ന് യാതൊരു കണ്ടീഷനും ഇല്ല കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെ നമ്മുടെ പപ്പായ നല്ല പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിൽ ആയി കിട്ടുവേ. അപ്പോൾ ഞാനിതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ജലാറ്റിനും കൂടെ ചേർത്തത് കുറുക്കിയെടുത്തിട്ട് 5 മിനിറ്റ് തന്നെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ. കൂടെ തന്നെ ഒരു കപ്പളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. നല്ല നമ്മുടെ മിൽക്ക് പൗഡറും പഞ്ചസാരയും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു ബൗളിൽ നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ പപ്പായ മിക്സ് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു വെച്ച് കൊടുക്കാവേ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതിനധികം സമയമൊന്നും എടുക്കത്തില്ല. നമ്മുടെ പപ്പായ പുഡിങ് തയ്യാറാക്കാൻ വെറും 5 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ ഞാൻ വെളിയിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് തട്ടി നോക്കാവേ. അപ്പോൾ തന്നെ അത് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെയാണ് എനിക്ക് ഈ പുഡിങ് അതേപോലെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് ഞാൻ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ക്രാൻബെറീൻ്റെ പീസും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പുഡിങ്ങിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കൊള്ളാവോ കാണാനായിട്ട്? ഇത് ഒന്ന് കഴിച്ചും കൂടെ നോക്കാവേ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് പപ്പായയുടെ പുഡിങ് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാവേ. അപ്പോൾ ഈ പപ്പായ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. പപ്പായ കിട്ടുമ്പോൾ അപ്പോൾ ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പണയാണ് കേട്ടോ. പണയെന്നോ മുമ്പ് പണ്ട് വയലൊക്കെ ആയിരുന്നു കേട്ടോ ഈ പ്രദേശം. ഇപ്പോൾ അവിടെ മുഴുവനും തെങ്ങൊക്കെ വെച്ചിട്ട് തെങ്ങും തോപ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇത്രയും തെങ്ങുകളൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതി. ഇനി നമ്മുടെ പുഡിങ് ഒരു 10 മിനിറ്റ് മാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കുവാണേ. ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്നേ ഉള്ളൂ. അല്ലാതെ ഇത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ തന്നെ ഇതേ രീതിയിൽ തന്നെ ഇതേപോലത്തെ ടെക്സ്ചറിൽ തന്നെ പുഡിങ് ആയിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ ജലാറ്റിൻ ഇതിൽ ചേർക്കണമെന്നും യാതൊരു നിബന്ധനയും ഇല്ല. ഞാൻ വെറുതെ എങ്കിലും ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒന്ന് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ നമ്മുടെ പപ്പായയ്ക്ക് നല്ല പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ടായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹൽവയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന അതേപോലത്തെ ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കാം. ഇതിന് ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. പപ്പായയുടെ അത് റിയൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അതിനകത്ത് ഒരു ഫ്ലേവറും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ വാനില എസൻസോ നമ്മുടെ കയ്യിലുള്ള ഏത് എസൻസ് വേണമെന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തു. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ പപ്പായ പുഡിങ് എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.